മാധ്യമം പോഡ്കാസ്റ്റ്. എഡിറ്റോറിയൽ 2025 ഫെബ്രുവരി 6 വ്യാഴം. രാജസ്ഥാനിൽ മതപരിവർത്തന വിരുദ്ധ നിയമം പാസാക്കിയിരിക്കുകയാണ്. നിർബന്ധിത മതപരിവർത്തനം തടയാനെന്ന പേരിൽ ഏതു പരിവർത്തനവും ഇല്ലാതാക്കുന്നതാണ് ബില്ലിലെ വകുപ്പുകൾ എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. മതം മാറ്റത്തിന് നോട്ടീസ് പീരിയഡുമായി രാജസ്ഥാൻ. ഇന്ത്യയിൽ മതപരിവർത്തന വിരുദ്ധ നിയമം പാസാക്കുന്ന 12ാമത്തെ സംസ്ഥാനമാവുകയാണ് രാജസ്ഥാൻ. ഭജൻലാൽ ശർമ്മ നയിക്കുന്ന BJP സർക്കാർ രാജസ്ഥാൻ നിയമവിരുദ്ധ മതപരിവർത്തനം തടയൽ ബിൽ 2025 തിങ്കളാഴ്ച നിയമസഭയിൽ അവതരിപ്പിച്ചു. മുമ്പേ നടന്ന സംസ്ഥാനങ്ങളെപ്പോലെ രാജസ്ഥാൻ ബില്ലിന്റെയും ഉദ്ദേശ്യ ലക്ഷ്യങ്ങളായി പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കൽ, പ്രലോഭനം, ബലപ്രയോഗം തുടങ്ങിയ മാർഗങ്ങളിലൂടെ മതപരിവർത്തനം നടക്കാറുണ്ട് എന്നും അത് തടയേണ്ടത് ആവശ്യമാണ് എന്നുമാണ്. ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ വ്യക്തികൾക്കായുള്ള ഈ സ്വാതന്ത്ര്യം സംഘടിത മതപരിവർത്തനം നടത്തിക്കാനുള്ളതായി മനസ്സിലാക്കപ്പെടുകയാണ് എന്ന് ബിൽ ചൂണ്ടിക്കാട്ടുന്നു. പല സമീപകാല സംഭവങ്ങളിലും എളുപ്പത്തിൽ വഞ്ചിക്കപ്പെടുന്ന ലോലമനസ്കർ തെറ്റിദ്ധാരണ, ബലപ്രയോഗം, സമ്മർദ്ദം, വ്യാജമാർഗങ്ങൾ എന്നിവയിലൂടെ പറ്റിക്കപ്പെടുന്നത് തടയേണ്ടതുണ്ട് എന്നും ആമുഖത്തിൽ പറയുന്നു. 2006 ഇത്തരമൊരു നിയമനിർമ്മാണത്തിന് രാജസ്ഥാനിലെ BJP സർക്കാർ ശ്രമിച്ചുവെങ്കിലും അന്ന് രാഷ്ട്രപതിയുടെ ഇടപെടലിൽ അത് നിയമമാവാതെ പോവുകയായിരുന്നു. നിർബന്ധിത മതപരിവർത്തനം തടയാനെന്ന പേരിൽ ഏതു പരിവർത്തനവും ഇല്ലാതാക്കുന്നതാണ് ബില്ലിലെ വകുപ്പുകൾ. അടിസ്ഥാനപരമായി ഇസ്ലാം, ക്രൈസ്തവ മതക്കാർ നടത്തുന്ന മതപ്രചാരണ പ്രവർത്തനങ്ങളെ തടയുകയും രണ്ടു വിഭാഗങ്ങളെയും സാംസ്കാരികമായും സാമൂഹികമായും ദുർബലപ്പെടുത്തുകയും ചെയ്യുക എന്നത് BJPയുടെയും RSSന്റെയും സാംസ്കാരിക അജണ്ടയുടെ ഭാഗമാണ്. ഈ വിഭാഗങ്ങളുടെ പ്രചാരണ ഫലമായി അവരുടെ മതം മാറാൻ മുന്നോട്ട് വരുന്ന ആരെയും പിന്തിരിപ്പിക്കാൻ ബിൽ ആയുധമാകും. ഏതാണ്ട് ഒരു ശിക്ഷാ നിയമത്തിനു സമാനമായ ബില്ലിലെ വകുപ്പുകൾ ഇക്കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. നിയമവിരുദ്ധ മതപരിവർത്തനം നടത്തുന്നവർക്ക് 1 വർഷം മുതൽ 5 വർഷം വരെ തടവും 15,000 രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കാം. പ്രായപൂർത്തിയാകാത്തവരോ സ്ത്രീയോ പട്ടികജാതി വർഗക്കാരോ ആണ് മതം മാറുന്നത് എങ്കിൽ തടവ് 2 വർഷം മുതൽ 10 വർഷം വരെയും പിഴ 25,000 രൂപ വരെയുമാണ്. കൂട്ട മതപരിവർത്തനമാണെങ്കിൽ തടവ് 3 മുതൽ 10 വർഷം വരെയും പിഴ 50,000 രൂപ വരെയും പോകാം. മതം മാറ്റം മാത്രം ഉദ്ദേശിച്ച് നടത്തുന്ന വിവാഹം അസാധുവായി പ്രഖ്യാപിക്കാൻ കുടുംബ കോടതികൾക്ക് അധികാരമുണ്ടാകും. ഇത്തരം നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടാൻ കുടുംബത്തിലെ അടുത്ത ബന്ധുക്കൾക്കും പോലീസിന് തന്നെയും അധികാരമുണ്ടായിരിക്കും. മാത്രമല്ല, അത്തരം വിവാഹത്തിന് മുതിരുന്നവരെ പോലീസിന് സ്വന്തം നിലയ്ക്ക് അറസ്റ്റ് ചെയ്യാം. ജാമ്യമില്ലാത്ത കുറ്റങ്ങളാണിവ. വല്ലവരും നിയമവിരുദ്ധ മതപരിവർത്തനത്തിന് ഇരയായതാണെങ്കിൽ കോടതിക്ക് 5 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരവും വിധിക്കാം. ചുരുക്കത്തിൽ, മതപരിവർത്തനം കടുത്ത ശിക്ഷയർഹിക്കുന്ന ഗുരുതര കുറ്റമായി മാറും. അതുതന്നെയാണ് പരമത വിദ്വേഷം മുഖമുദ്രയാക്കിയ BJP ലക്ഷ്യമിടുന്നതും. സ്വമേധയാലോ പരപ്രേരണയാലോ മറ്റൊരു മതം മനസ്സിലാക്കുന്നതിലൂടെ ഉണ്ടാവുന്ന സ്വയംബോധ്യങ്ങളിലൂടെയുള്ള പ്രക്രിയയാണ് മതപരിവർത്തനം എന്ന മൗലിക തത്വം തന്നെ പാടെ പൊളിച്ചെഴുതുകയാണ് ബിൽ. ഇതര കാരണങ്ങളാൽ ആളുകളെ മതത്തിലേക്ക് ചേർക്കുന്ന അപൂർവ സംഭവങ്ങൾ മുമ്പുണ്ടായിട്ടില്ല എന്നല്ല. എന്നാൽ അത്തരം ഒറ്റപ്പെട്ട കേസുകൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യുന്നതിനു പകരം മതപരിവർത്തനം തന്നെ അതിസംശയാസ്പദവും സർക്കാർ ദാക്ഷിണ്യത്തിന് വിധേയവുമാക്കി മാറ്റുകയാണ് BJP ഭരണകൂടം. ബില്ലിൽ മതം മാറ്റത്തിന് നോട്ടീസ് അവധിയും നിശ്ചയിച്ചിരിക്കുന്നു BJP സർക്കാർ. ഒരാൾ മതം മാറാൻ തീരുമാനിച്ചാൽ അന്നു മുതൽ അതനുസരിച്ച് ജീവിക്കുകയും അനുഷ്ഠാന കർമ്മങ്ങളിൽ ഏർപ്പെടുകയുമാണ് സാധാരണ രീതി. എന്നാൽ രാജസ്ഥാനിലെ ബില്ലിൽ അതിന് നോട്ടീസ് പീരിയഡ് വേണം. ഉദ്ദേശിക്കുന്ന മതത്തിലേക്ക് മാറാൻ ചുരുങ്ങിയത് 60 ദിവസം മുമ്പായി നിശ്ചിത ഫോറം പൂരിപ്പിച്ച് ജില്ലാ മജിസ്ട്രേറ്റിനെ അറിയിക്കണം. ശേഷം പോലീസ് അന്വേഷണത്തിലൂടെ അത് നിയമവിരുദ്ധ ഇനം പരിവർത്തനമല്ല എന്ന് സർക്കാരിന് ബോധ്യപ്പെടണം. അതിനിടയിൽ വല്ല പരാതിയും ലഭിച്ചാൽ നിയമലംഘനം നടത്തിയിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത കുറ്റാരോപിതനായ മതം മാറ്റക്കാർക്കാണ്. പൗരരുടെ സ്വകാര്യ വിഷയമാണ് മതം എന്നും അതിൽ ഭരണകൂടം ഇടപെടില്ല എന്നും തീരുമാനിക്കപ്പെട്ട ഒരു മതേതര രാജ്യത്ത് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും ആചരിക്കാനും സർക്കാരിന് നോട്ടീസ് നൽകി കാത്തിരിക്കേണ്ടി വരുന്ന
അപഹാസ്യമായ തീരുമാനത്തിനാണ് BJP ഭരണകൂടം മുതിരുന്നത്. അങ്ങനെ വിശ്വാസത്തെയും ആചാരങ്ങളെയും പ്രശ്നവൽക്കരിക്കുകയും സമൂഹത്തിൽ സ്വൈര്യക്കേടുണ്ടാക്കുകയും ചെയ്യുന്നത് ആർക്കാണ് സഹായമായി തീരുക? നിയമത്തിൽ തെളിവിന്റെ ഭാരം ആരോപകർക്കാണ് എന്ന ഇന്ത്യൻ നീതിവ്യവസ്ഥയുടെ പൊതുതത്വം ലംഘിക്കുന്നത് മുതൽ വ്യക്തിസ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം തുടങ്ങിയ മൗലികാവകാശ നിഷേധം വരെ ഉൾക്കൊള്ളുന്ന രാജസ്ഥാന്റെ ഈ നിയമനിർമ്മാണം സ്വതന്ത്ര ജനാധിപത്യ മതേതര രാഷ്ട്രക്രമത്തിനകത്ത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഇത്തരം നിയമനിർമ്മാണ നീക്കങ്ങൾക്കു നേരെ ചിലപ്പോഴെങ്കിലും ജുഡീഷ്യറിയിൽ നിന്നും കാര്യമായ ഇടപെടൽ ഇല്ലാതെ പോകുന്നു എന്നതും കാണാതിരുന്നുകൂടാ. രാജസ്ഥാനിൽ തന്നെ മുമ്പ് നിയമനിർമ്മാണം പാതി വഴിക്ക് നിലച്ച സാഹചര്യത്തിൽ മതപരിവർത്തന വിരുദ്ധ വ്യവസ്ഥകൾ എന്ന പേരിൽ ഹൈക്കോടതി തന്നെ ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു എന്നതും ഓർക്കുക. നിലവിലുള്ള ഭൂരിപക്ഷത്തിൽ രാജസ്ഥാനിലെ BJP സർക്കാരിന് ബിൽ പാസാക്കിയെടുക്കാൻ പറ്റിയേക്കും. രാജ്യത്ത് ജനാധിപത്യ വ്യവസ്ഥയും മതസ്വാതന്ത്ര്യവും പുലർന്നു കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നീതിപീഠമെങ്കിലും തുണയാകുമോ എന്നാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഉയരുന്ന ചോദ്യം. മാധ്യമം പോഡ്കാസ്റ്റ്.